2025 ഏഷ്യാകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. T20 ഫോർമാറ്റിലാണ് ഇത്തവണ ഏഷ്യാകപ്പ് നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ T20 ടീമിൻ്റെ അവിഭാജ്യ ഘടകമാണ് സഞ്ജു. ഏഷ്യാകപ്പിലും ടീമിൻ്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ഈ മലയാളി താരമായിരിക്കും. കഴിഞ്ഞ വർഷം ഇന്ത്യൻ T20 ടീമിൻ്റെ സ്ഥിരം ഓപ്പണറായി മാറിയതോടെയായിരുന്നു സഞ്ജുവിൻ്റെ തലവര മാറിയത്. ഓപ്പണിങ്ങിൽ കളിച്ച് 3 സെഞ്ചുറികളാണ് കഴിഞ്ഞ വർഷം സഞ്ജു ഇന്ത്യക്കായി നേടിയത്. ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു T20യിൽ ഇന്ത്യയുടെ അവസാന പരമ്പര. ഈ പരമ്പരയിലും ഓപ്പണറായി തന്നെയാണ് സഞ്ജു കളിച്ചത്. എന്നാൽ ഏഷ്യാകപ്പിൽ സഞ്ജുവിന് ഓപ്പണറായി കളിക്കാൻ കഴിയുമെന്ന കാര്യം സംശയമാണ്. ഇതിനു പിന്നിൽ ഒരു കാരണവുമുണ്ട്. ശുഭ്മാൻ ഗിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഏഷ്യാകപ്പിലൂടെ ഇന്ത്യയുടെ T20 ടീമിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ഉപനായകനും അദ്ദേഹമായിരിക്കുമെന്നാണ് സൂചന. ഗിൽ വരുന്നതോടെ പണി കിട്ടുക സഞ്ജുവിനാകും. ടീമിലെത്തിയാൽ ഗില്ലാകും ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക. IPLൽ ഗുജറാത്ത് ടൈറ്റൻസിനായും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യക്കായും ഓപ്പണറായാണ് ഗിൽ കളിക്കുന്നത്. T20യിൽ ഇന്ത്യക്കായി 21 മത്സരങ്ങളാണ് ഗിൽ കളിച്ചിട്ടുള്ളത്. ഈ 21 കളികളിലും അദ്ദേഹം ടീമിൻ്റെ ഓപ്പണറായിരുന്നു. ഇടങ്കയൻ ബാറ്ററായ അഭിഷേക് ശർമ്മയെ ഓപ്പണിൽ നിന്ന് ഇന്ത്യ മാറ്റില്ലെന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ T20 റാങ്കിങ്ങിൽ ഒന്നാമതാണ് അദ്ദേഹം. അതിനാൽ ഏഷ്യാകപ്പിൽ ഗിൽ അഭിഷേക് ശർമ്മ ജോഡിയായിരിക്കും ഇന്ത്യക്കായി ബാറ്റ് ഓപ്പൺ ചെയ്യുക. ഈ സാധ്യതകൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. ഗിൽ വരുന്നതോടെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമാകുന്ന സഞ്ജുവിന് കനത്ത തിരിച്ചടി തന്നെയാണ്. അന്താരാഷ്ട്ര T20യിൽ ഓപ്പണറായി കളിച്ചപ്പോഴാണ് സഞ്ജുവിൻ്റെ ഏറ്റവും മികച്ച പ്രകടനമൊക്കെ വന്നത്. 14 T20 മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഓപ്പണറായി കളിച്ച സഞ്ജു ഈ കളികളിൽ നിന്ന് 152.20 സ്ട്രൈക്ക് റേറ്റിൽ 512 റൺസ് നേടിയിട്ടുണ്ട്. ഏഷ്യാകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ 3-ാം നമ്പറിൽ സഞ്ജു കളിക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ ഉയർന്നു നിൽക്കുന്നത്. IPL അടക്കം 3-ാം നമ്പറിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് സഞ്ജു. T20യിൽ സഞ്ജു കളിച്ച 291 മത്സരങ്ങളിൽ 133 എണ്ണത്തിലും 3-ാം നമ്പറാണ് അദ്ദേഹം ഇറങ്ങിയത്. ഈ കളികളിൽ 35.65 ശരാശരിയിൽ 4136 റൺസ് താരം സ്കോർ ചെയ്തിട്ടുണ്ട്. 3 സെഞ്ചുറികളും 31 അർദ്ധ സെഞ്ചുറികളും ഈ പൊസിഷനിൽ സഞ്ജു സ്കോർ ചെയ്തു. ഏഷ്യാകപ്പിൽ ഗിൽ തിരിച്ചു വരികയും ഓപ്പണിങ്ങിൽ കളിക്കുകയും ചെയ്യുമ്പോൾ സഞ്ജു 3-ാം നമ്പറിൽ കളിക്കുന്നത് തന്നെയാകും താരത്തിനും അതിനൊപ്പം ടീം ഇന്ത്യക്കും നല്ലത്. സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ശ്രേയസ് അയ്യർ എന്നിവർ മധ്യനിരയിൽ കളിക്കാനുണ്ടെന്നിരിക്കെ ഇങ്ങനൊരു നീക്കം തന്നെ നടക്കാൻ തന്നെയാണ് സാധ്യതയും. സഞ്ജു സാംസൺ തന്നെയാകും ടീമിൻ്റെ പ്രധാന വിക്കറ്റ് കീപ്പറാവുക എന്നതും ഉറപ്പാണ്. 2ാം കീപ്പറായി ജിതേഷ് ശർമ്മയോ ധ്രുവ് ജുറലോ വരാനാണ് സാധ്യത. ഇതിൽ ജിതേഷിൻ്റെ പേരാണ് കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ IPL സീസണിൽ ഫിനിഷറായി മികച്ച പ്രകടനമായിരുന്നു ജിതേഷ് നടത്തിയത്. ഹാർദിക് പാണ്ഡ്യക്കൊപ്പം മികച്ചൊരു ഫിനിഷറേയും സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയും. ഇങ്ങനെ വന്നാൽ സഞ്ജു തന്നെയാകും 3-ാം നമ്പറിലും പ്രധാന വിക്കറ്റ് കീപ്പറായും കളിക്കുക എന്നതും ഉറപ്പാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.